ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങളിന്ന് വയനാട്ടിലേക്ക് ട്രിപ്പ് പോവുകയാണ്. ഞങ്ങളെ ഫാമിലിയും എൻ്റെ ഇപ്പാൻ്റെ കാക്കാൻ്റെ മോനും മോളും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് വൈറ്റ് ഹൗസിലാണ്. അനിയനും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നോക്കിക്കാണ്. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. വൈറ്റ് ഹൗസിൽ ഒന്ന് കയറി നോക്കണം നിങ്ങൾ. ഞങ്ങൾ പിന്നെ വണ്ടിയിൽ പാട്ടും ഡാൻസൊക്കെ അടിച്ചെന്നെ പൊളിച്ചു. അപ്പോൾ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുക. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ചുരം കയറി ചുരം മനസ്സിലാവില്ല, അത്രയും തിരക്ക് കുറവാണ്. പിന്നെ ഞങ്ങൾ ചുരം കയറി കാക്ക് വിളിച്ച റിസോർട്ടുകാരെ കണ്ടു. കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട് അവിടെ. ചെറിയ വാട്ടർമെലൺ പീസ് ഇട്ട് കൊടുത്തു. കാക്ക പോയൊക്കെ റിസോർട്ടൊക്കെ സെറ്റാക്കി അഡ്വാൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പോകുന്ന വഴി ഞങ്ങൾക്കിങ്ങനെ ഭയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊടുകാടിനൊരു സൈഡ് തേയിലത്തോട്ടം, ഒരു സൈഡ് ഫോറസ്റ്റ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഉമ്മാക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ക്യാൻസലാക്കി, ആ സ്ഥലം ക്യാൻസലാക്കി വേറെ സ്ഥലം എടുത്തു. അത് കാക്കു സെറ്റാക്കി തന്നു. അപ്പോൾ നല്ല സംഭവം നല്ല അടിപൊളിയാണ്. പക്ഷെ ഉപ്പാർക്ക് പറ്റുള്ളൂ. നമ്മൾ ഉമ്മാർ പോകുമ്പോൾ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭയം കൂടും. പക്ഷെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലല്ലേ വീട്, നടുവിലാണത്. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ആനി മാനൊക്കെ വരും. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ കൊടുക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്. കാടിൻ്റെ ഉള്ളിലാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. വീട് കുറച്ച് അകലത്തുമാണ് ഞങ്ങൾ റിസോർട്ട്. വയനാട് ഞങ്ങൾക്ക് പൂളുള്ളത് തന്നെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വയനാട് പോവില്ല എന്നാണ് ഞങ്ങൾ ഇപ്പനോട് പറഞ്ഞത്. അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ തന്നെ പോകണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ ഒന്ന് കൊടും കാടിനുള്ളിലായപ്പോൾ ഞങ്ങൾക്ക് അതും പറ്റിയില്ല. അപ്പോൾ വേറെ റിസോർട്ട് എടുക്കണം. പിന്നെ ഞങ്ങളെടുത്ത റിസോർട്ട് വൈത്തിരി ഗ്രീനാണ്. ഇതൊക്കെ ഉണ്ട്, ഊഞ്ഞാലയും പാർക്സും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ആനക്കിറങ്ങാൻ ഇങ്ങോട്ട് വരലില്ല. അല്ല അത് അത്ര ഭയപ്പെടേണ്ടത് വന്നില്ല ഞങ്ങൾക്ക്. നല്ല അടിപൊളി വൈബാണ് അവിടെ. രാത്രി ആയപ്പോൾ നല്ല വൈബ് കൂടി. അവിടെ ക്യാമ്പ് ഫയറൊക്കെ ഞങ്ങളിട്ട് കളിച്ചു. കുറേ നേരം ഡാൻസും പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ കളിച്ചു. പിന്നെ ക്യാമ്പ് ഫയർ കളിക്കാൻ ഞങ്ങളെ കൂടെ 2 ആൾ വെസ്റ്റലുണ്ടായിരുന്നു. കാക്കും എൻ്റെ ഉപ്പയും ഉണ്ടായിരുന്നു. പിന്നെ അടിച്ച് പൊളിച്ച് കളിക്കുകയായിരുന്നു. പിന്നെ രാവിലത്തെ കാഴ്ചയാണ്. കോടമഞ്ഞായിരുന്നു. ഇപ്പോൾ കോടമഞ്ഞ് കുറച്ച് കുറഞ്ഞ്. അവിടെയൊക്കെ നല്ല കോടമഞ്ഞാണ്. ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. ഇന്നാണ് ഞങ്ങൾ പോകുന്ന ദിവസം ഇവിടുന്ന്. പിന്നെ രാവിലെ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ ചാടി പോവല്ലേ, നമ്മൾ അടിച്ച് പൊളിക്കണ്ടേ. ഞാൻ ചാടി. അതാ നമ്മൾ കാണിച്ചിരുന്ന സ്ഥലം. റിസോർട്ടിൻ്റെ മുറ്റത്ത് തന്നെ ആമ്പൽക്കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ആമ്പൽ പറിക്കാൻ ഞങ്ങൾ ഇറങ്ങി. ആമ്പൽ നല്ല രസമുള്ള ആമ്പലായിരുന്നു. റോസ് ആമ്പൽ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പറിച്ച് അവിടുത്തെ ആൾക്കാരോടൊക്കെ ഞങ്ങൾ ചോദിച്ചായിരുന്നു. അവർ പറിച്ചോളൂ എന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ചിറങ്ങിയത് അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ചാടിയിട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ വെറുതെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ഫോറസ്റ്റ് കടന്നു. ഫോറസ്റ്റ് കൂടെ പോവുകയാണ്. ഞങ്ങൾക്കൊരിതുണ്ടായിരുന്നു. പക്ഷെ 12 ആനകളെ കണ്ടു. ഞങ്ങൾ എല്ലാം കണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ സീറ്റിൽ കുരങ്ങൻ വന്ന് ചാടി. കണ്ടോ കുരങ്ങൻ ചാടി പോയത്. ഞങ്ങളിങ്ങനെ കുറേ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ ഗൂഡല്ലൂർക്ക് പോകണ്ടേ. എൻ്റെ ഉമ്മാക്ക് നിൽക്കാൻ വന്ന താത്ത ഉണ്ടായിരുന്നു. അവിടെയാണ് പെര. ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. ഞങ്ങൾക്ക് നല്ല ആകാംക്ഷയുണ്ട്. പെര എത്തി. ഇതാണ് സ്ഥലം. അങ്ങ് നടന്നു പോകുകയാണ് ഉള്ളിലേക്കല്ല, വണ്ടി കൃത്യമായി കയറി പോകണം. കുറച്ചേ ഉള്ളൂ കാര്യം. നല്ല സിമ്പിളാണ്. പിന്നെ പെരൻ്റെ മുകളിലാണ് ഈ സ്ഥലം. നല്ല വ്യൂ ആണ് ഗായ്സ്. ഇത് ഞാൻ പെരൻ്റെ മുകളിലുള്ള തേയിലത്തോട്ടമാണ്. പിന്നെ കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഇത് ഞങ്ങൾ ഇതിനെ ദൂരത്തു നിന്ന് വണ്ടി വരേണ്ട ഒരു വീഡിയോ എടുത്താണ്. സ്ലോമോ ആക്കാൻ നിന്ന, പക്ഷേ അത് പറ്റിയില്ല. ഇതാണ് ഞങ്ങൾ ഓടി വരുന്ന വീഡിയോ. ഇങ്ങനെയുണ്ട്. ഇതാണ് ഞങ്ങൾ നിൽക്കേണ്ട വീഡിയോ, മുറ്റത്തെ കാഴ്ച. പിന്നെ ഞങ്ങൾ റോട്ടിൽ നിന്ന് പോകുന്ന ദിവസമാണിത്. അന്ന് ഞങ്ങൾ വണ്ടി കളിക്കുകയാണ്. ബൈ ബൈ.